കുട്ടികൾക്ക് യോഗയോ ആന്തരിക ശാസ്ത്രമോ പഠിപ്പിക്കേണ്ടതില്ലെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ശുദ്ധമായി ചിന്തിക്കുവാനും അശുദ്ധമായ ചിന്തകളെ ഇല്ലാതാക്കാനുമുള്ള പ്രക്രിയ എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? ശുദ്ധമായ ചിന്ത, അശുദ്ധമായ ചിന്ത എന്ന ആശയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എൻ്റെ അടുത്തു നിന്നല്ല. ചിന്ത, നിങ്ങളുടെ ചിന്ത എങ്ങനെയുള്ളതാണെങ്കിലും, നിങ്ങളുടെ മനസ്സിൽ എന്തു തരം ചിന്തകൾ ഉണ്ടാക്കിയാലും അത് നിങ്ങൾക്കുള്ളിൽ ഉള്ള ഡേറ്റയിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ശരിയല്ലേ? നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതിൻ്റെ പരസ്പരമുള്ള മാറ്റങ്ങളിലൂടെയും സംയോജനങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് തരങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ചിന്ത എന്നത് മുൻപേ നിങ്ങൾക്കുള്ളിലുള്ള ഡേറ്റയിൽ നിന്നാണ് വരുന്നത്. നിങ്ങളിത് ശുദ്ധമായ ചിന്ത, ഇത് അശുദ്ധമായ ചിന്ത എന്നിങ്ങനെ അരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വിഷമിക്കും. നിങ്ങൾ അശുദ്ധമായ ചിന്തകളെ തടയാനും ശുദ്ധമായ ചിന്തകൾ മാത്രം ഉണ്ടാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർന്നു. ഈ മതങ്ങൾ അത് പാപമാണെന്ന് പറഞ്ഞ എല്ലാം തന്നെ ഇപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ മുഴുവൻ സമയ പ്രവർത്തനമായി മാറി. അവർ അതിനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകേണ്ടിടത്തേക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതങ്ങനെയല്ല. എല്ലാവരുടെയും മനസ്സിലേക്ക് അത് വരച്ചു ചേർക്കപ്പെട്ടു. ഇത് പാപമാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അനന്തമായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. മനുഷ്യർ പട്ടികളെയും പൂച്ചകളെയും പോലെ പോലും സ്വതന്ത്രരല്ല. അതെ, കാരണം ആരോ ഈ ആശയം മനസ്സിൽ വെച്ചു കൊടുത്തു, ശുദ്ധമായതും അശുദ്ധമായതുമുണ്ടെന്ന്. 25 വയസ്സിനുള്ളിൽ നിങ്ങൾ എന്തശുദ്ധമായ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ലോകത്ത് അശുദ്ധമായ ഒന്നുമായി ഞാൻ ഇതുവരെ സമ്പർക്കത്തിൽ വന്നിട്ടില്ല. ഈ 25 വയസ്സിനുള്ളിൽ നിങ്ങൾ എവിടെയാണ് ഈ അശുദ്ധമായ കാര്യങ്ങളെ കണ്ടുമുട്ടിയതെന്ന് എനിക്കറിയില്ല. ഈ ലോകത്ത് അശുദ്ധമായതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ലോകത്ത് അശുദ്ധമായതൊന്നും ഞാൻ കണ്ടിട്ടില്ല. വ്യത്യസ്ത തരം ആളുകളുണ്ട്, വ്യത്യസ്ത തരം പ്രശ്നങ്ങളും പരിമിതികളും അസംബന്ധങ്ങളുമുണ്ട്. അത് അശുദ്ധമാണെന്ന് ഞാൻ കരുതുന്നില്ല. ശുദ്ധീകരണ പ്രക്രിയ, വ്യത്യസ്തമായ ശുദ്ധിയുടെ ഘട്ടങ്ങളിലുള്ള ആളുകളെയാണ് ഞാൻ കാണുന്നത്. എല്ലാത്തിനുമുപരിയായി ഈ ശുദ്ധമായതും അശുദ്ധമായതും എന്ന ആശയം വളരെ മോശമായ ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് ചുറ്റും ജീവിതം മാത്രമാണുള്ളത്. ജീവിതം മാത്രമേ ചുറ്റുമുള്ളൂ. ജീവിതത്തിൻ്റെ ചില വശങ്ങളെ നിങ്ങൾ ശുദ്ധമെന്നും ചില വശങ്ങളെ അശുദ്ധമെന്നും മുദ്രവെത്തുകയാണെങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഈ പ്രശ്നം ഭൂരിഭാഗം ആളുകളും കരുതുന്നതിനേക്കാൾ വളരെ ഗുരുതരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് ഗുരുതരമാണ്. ഇപ്പോൾ ലോകത്തിലെ പല മതങ്ങളും സംസ്കാരങ്ങളും അടിസ്ഥാനപരമായ ജീവശാസ്ത്രത്തെ പോലും അശുദ്ധമെന്ന് മുദ്രകുത്തിയിട്ടുണ്ട്. ശരിയല്ലേ? ആണോ അല്ലയോ? അടിസ്ഥാനപരമായ ജൈവ പ്രക്രിയകളെപ്പോലും അശുദ്ധമെന്ന് മുദ്രകുത്തി. ലൈംഗികത അശുദ്ധമാണ്. ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം അശുദ്ധമാണ്. എന്തൊരു കഷ്ടമാണിത്! അതിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചത്. അപ്പോൾ നിങ്ങളും അശുദ്ധരാണ്. സൃഷ്ടി തന്നെ അശുദ്ധമാണ്. നിങ്ങൾക്ക് ആ വാക്ക് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ശുദ്ധമായതും അശുദ്ധമായതും എന്താണെന്ന് തീരുമാനിക്കാൻ നിങ്ങളാരാണ്? ശരിയല്ലേ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതെല്ലാം. എത്ര ബോധത്തോടെയാണ് നിങ്ങളതിനെ സമീപിക്കുന്നത്? ആ കാര്യങ്ങൾ മനോഹരമാകാം, അതേ കാര്യങ്ങൾ വൃത്തികെട്ടതാകാം. ആരാണത് ചെയ്യുന്നത്, എങ്ങനെയാണത് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും, അല്ലേ? ശരിയല്ലേ? ഭക്ഷണം കഴിക്കുന്നത് പോലെ ലളിതമായ ഒരു കാര്യം. ഭക്ഷണം കഴിക്കുന്നത് ഒരു മനോഹരമായ അനുഭവമാക്കാം. അത് പോഷണത്തിനു വേണ്ടി മാത്രമല്ല, ഒരു അനുഭവം എന്ന നിലയിൽ പോലും അത് മനോഹരമായൊരു അനുഭവമാക്കാം. ആരെങ്കിലും ഇങ്ങനെ കഴിക്കുന്നു, നമുക്കത് വെറുപ്പുളവാക്കുന്നതാണ്. എല്ലാം ഇതുപോലെ ചെയ്യാം, ശരിയല്ലേ? ആരാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഈ മുൻവിധി, എന്താണ് ശുദ്ധം അല്ലെങ്കിൽ അശുദ്ധം എന്നതിലെ മുൻവിധി ഈ മനുഷ്യ സമൂഹത്തെ അത്രയേറെ നശിപ്പിച്ചിരിക്കുകയാണ്. ശുദ്ധമായ ചിന്തകളും അശുദ്ധമായ ചിന്തകളും നിങ്ങൾ ഇതിലൂടെ അരിച്ചെടുത്താൽ നിങ്ങൾ തീർന്നു. എല്ലാ ചിന്തകളും വെറും ചവറാണ്. ഓക്കെ? അടിസ്ഥാനപരമായി അവ വരുന്നത് കഴിഞ്ഞ കാലത്തെ പരിമിതമായ അനുഭവത്തിൽ നിന്നാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ അതിജീവന പ്രക്രിയയ്ക്ക് ഉപയോഗപ്രദമാണ്.
നിങ്ങൾ കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചു. നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കണം. അതിന് ഈ വിവരങ്ങൾ ഉപയോഗപ്രദമാണ്. നിങ്ങൾ ജീവിതത്തെ തന്നെയാണ് നോക്കുന്നതെങ്കിൽ ഈ ചിന്തകൾ അർത്ഥമില്ലാത്തതാണ്. ഇന്നലെ നടന്നതിന് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല, ശരിയല്ലേ? എന്നാൽ ലോകത്തിലെ നിങ്ങളുടെ അതിജീവനത്തിനു വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പഴയ അറിവ് ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ അതിൽ ഒന്നിനെയും ശുദ്ധമെന്നോ അശുദ്ധമെന്നോ മുദ്ര കുത്തരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും തകർക്കാൻ സാധ്യതയുണ്ട്. ശുദ്ധമെന്നോ അശുദ്ധമെന്നോ ഇല്ല. ജീവിതം എങ്ങനെയാണോ അതങ്ങനെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും അത്ഭുതകരമാക്കേണ്ടതും മോശമാക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്, അല്ലേ? ജീവിതത്തിൻ്റെ സകല വശങ്ങളും ഒന്നുകിൽ നിങ്ങൾക്ക് മനോഹരമാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമാക്കാം. നിങ്ങൾ ബോധത്തോടെയാണെങ്കിൽ നിങ്ങളതിനെ മനോഹരമാക്കും. നിങ്ങൾ നിർബന്ധ പ്രേരണയോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിനെ വൃത്തികെട്ടതാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് കാര്യമായാലും നിങ്ങൾ നിർബന്ധ പ്രേരണയോടെ ചെയ്താൽ അത് വൃത്തികെട്ടതാകും, ശരിയല്ലേ? നിങ്ങളത് ബോധത്തോടെ ചെയ്താൽ നിങ്ങൾക്കതിനെ മനോഹരമാക്കാൻ കഴിയും. എല്ലാത്തിനെയും, ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ. നിങ്ങളത് ബോധത്തോടെ ചെയ്താൽ എല്ലാം മനോഹരമാക്കാൻ കഴിയും. നിങ്ങൾ നിർബന്ധ പ്രേരണയോടെ ചെയ്താൽ എല്ലാത്തിനെയും വൃത്തികെട്ടതാക്കി മാറ്റാനും കഴിയും.